താജ്മഹൽ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമാണോ എന്ന് പരിശോധിക്കണം. അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കേന്ദ്ര ഗവൺമെന്റിനും നോട്ടീസ് അയച്ചതായി വാർത്ത വരുന്നു. ഇന്ത്യയിലെ മുസ്ലിം സ്മാരകങ്ങളും മുസ്ലിം നാമങ്ങളിലുള്ളതും പരിപൂർണമായും ഇല്ലാതാക്കാൻ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അതിലേക്കുള്ള അടുത്ത പടിയാണ് താജ്മഹൽ തകർക്കുക എന്നത്. മുമ്പും പലരും താജ്മഹൽ അമ്പലമാണെന്നും അമ്പലം നശിപ്പിച്ചു പണിതതാണെന്നും വാദിച്ച് ആഗ്രയിലെ താഴ്ന്ന കോടതികളിൽ സർവേ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അന്ന് കീഴ്ക്കോടതി തള്ളിയ അതേ കേസും അതേ വാദവുമാണ് ഇപ്പോൾ അലഹാബാദ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹരിശങ്കർ ജെയിൻ എന്ന അഭിഭാഷകനും മറ്റു ചിലരും ചേർന്നാണ് താജ്മഹൽ തേജോ മഹാലയ എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന വാദവുമായി അലഹാബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് എത്തേണ്ട താമസം ഈ ഹർജി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിനും SI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും നോട്ടീസ് നൽകി മറുപടി തേടിയിരിക്കുകയാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ. എങ്ങനെയുണ്ടല്ലേ ഹിന്ദുത്വത്തെ താലോലിക്കുന്ന നമ്മുടെ നീതിബോധം? എനിക്ക് സംഖ്യകളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ നോട്ടമിട്ട മൊത്തം പള്ളികളുടെയും സ്മാരകങ്ങളുടെയും മൊത്തം കണക്കെടുക്കുക. എന്നിട്ട് എല്ലാറ്റിനും കൂടി ഒന്നിച്ച് കേസ് കൊടുക്കും. എന്നിട്ട് തല്ലിപ്പൊളിക്കുകയോ കുഴി തോണ്ടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. അതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ തീരട്ടെ. അതല്ലാതെ കൊല്ലം കൊല്ലം ഓരോ പുതിയ ആവശ്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ മനസ്സമാധാനം കളയല്ലേ. 1983 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് താജ്മഹൽ. കൂടാതെ ലോകത്തിലെ പുതിയ 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ് താജ്മഹൽ എന്ന ഇന്ത്യൻ നിർമ്മിതി. നൂറ്റാണ്ടുകളായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഇന്ത്യയിലെ സ്മാരകം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്മാരകം അടുത്ത കാലം വരെ താജ്മഹലായി തന്നെയാണ് ലോകവും ഇന്ത്യയും മനസ്സിലാക്കിയതും അറിഞ്ഞതും. ഇതുവരെയും ഒരു ആർക്കിയോളജിക്കൽ സർവേയും ഒരു ചരിത്ര പഠനവും താജ്മഹലിനെ മറ്റൊന്നായി കാണുകയോ അഭിപ്രായപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് താജ്മഹൽ മുതൽ പല പൗരാണിക നിർമ്മിതികൾക്ക് മുകളിലും ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയത്. നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ഒരിക്കലും ആരാധിച്ചു പോന്നിട്ട് പോലുമില്ലാത്ത ഒരമ്പലത്തിന്റെ പേരിൽ ലോകം അംഗീകരിച്ച, ഇത്രയും കാലം ആർക്കും സംശയമില്ലാത്ത ഒരു സ്മാരകം തകർത്താൽ ലോകം നമ്മെ നോക്കി കളിയാക്കും. കണ്ടതിലൊക്കെയും ദൈവത്തെയും അമ്പലത്തെയും കാണുന്ന ചാണകബുദ്ധി ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ സംസ്കാരമില്ലാത്ത രാജ്യമാക്കും. ഈ ഹിന്ദുത്വവാദികളുടെ അവകാശവാദം ശരിവെച്ച് നാളെ അവിടെ കുഴിതോണ്ടലും പൊളിക്കലുമൊക്കെ നടത്തി അവിടെ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു സ്മാരകത്തെ ഏതു നിലയ്ക്ക് പുനഃസ്ഥാപിക്കാനാകും? ആരതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും? ജൈനനും ബുദ്ധനുമൊക്കെ ഇതേ അവകാശവാദവുമായി വന്നാൽ പല പ്രധാന ക്ഷേത്രങ്ങളും കുഴിതോണ്ടാനും പൊളിക്കപ്പെടാനും കാരണമായേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് ആ 2 വിഭാഗത്തിനും അനുയായികൾ തീരെ കുറവാണ് എന്നുള്ളതാണ്. ഷാജഹാന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് മഹൽ 1631 പ്രസവത്തിനിടെ മരിക്കുകയും അവരുടെ സ്മരണക്കായി ഷാജഹാൻ 1632 താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചതുമായാണ് ചരിത്രരേഖ. പ്രധാന ശവകുടീരം ഏകദേശം 1648 പൂർത്തിയായെങ്കിലും മുഴുവൻ സമുച്ചയത്തിന്റെയും നിർമ്മാണം ഏകദേശം 1650 പൂർത്തിയായെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് അതിൻ്റെ പ്രധാന വാസ്തുശില്പി എന്ന് പറയപ്പെടുന്നു. ഇത് ഷാജഹാൻ തൻ്റെ പ്രിയപത്നിക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ചരിത്രകാരന്മാർ പ്രധാനമായും ആശ്രയിക്കുന്ന തെളിവുകളിലൊന്ന് മുഗൾ രാജധാനിയിലെ ഔദ്യോഗിക പേർഷ്യൻ രേഖകളാണ്, അഥവാ പത് ഷഹ്നാമയാണ്. പിന്നെ ആ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ യാത്രികരുടെ വിവരണങ്ങളുമാണ്. നിർമ്മാണ ചെലവിൻ്റെയും തൊഴിലാളികളുടെയും രേഖകളാണ്. താജ്മഹലിലെ ഖുർആൻ ആലേഖനങ്ങളും ശില്പശൈലിയുമാണ്. എന്നിരിക്കെ ഒരു ചരിത്ര സ്മാരകത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ഭരണകൂടവും നിയമവ്യവസ്ഥയും കൂട്ടുനിന്നാൽ അതിനേക്കാൾ വലിയ ദുരന്തം മറ്റെന്തായിരിക്കും ഈ ഒരു ജനാധിപത്യ രാജ്യത്ത്?